പാലക്കാട് ഡിവിഷണൽ റെയിൽവേ ഡിവിഷണൽ ഓഫീസിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. നേരത്തെ ഡിവിഷണൽ ഓഫീസ് ഉപരോധിക്കാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ 8:30 തന്നെ അവിടെ എത്തിയിരുന്നു. അവിടേക്ക് ഉദ്യോഗസ്ഥരെ കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ പോലീസ് സന്നാഹം അവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തി അവിടെ ഉപരോധിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ചെറിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇക്ബാൽ? റെയിൽവേ ഡിവിഷൻ ഓഫീസിലാണ് പോലീസുമായി സംഘർഷം. ഇക്ബാൽ കേൾക്കാമെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? നേതൃത്വത്തിൽ ഈ റെയിൽവേക്കെതിരെ പ്രതിഷേധം ആരംഭിച്ചത് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിലെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഈ പ്രതിഷേധം സിപിഎമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. രാവിലെ 8 മണിയോടുകൂടിയാണ് പ്രതിഷേധം ആരംഭിച്ചത്. ഈ റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥരെ ആരും കയറ്റാതെയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഈ പ്രതിഷേധം പിന്നീട് മണിക്കൂറോളം നീളുകയും ചെയ്തു. കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചത്. ഡിവിഷൻ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഈ പ്രതിഷേധം ഇതാ ഉദ്ഘാടനം ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ RPF-ഉം പോലീസും ചേർന്ന് റെയിൽവേ ഡിവിഷൻ ഓഫീസിന്റെ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച മുഴുവൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നു. ഇനി പ്രതിഷേധം തുടരാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഡിവൈഎഫ്ഐയുടെ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. അല്പസമയത്തിനകം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കൂടിയുണ്ട് പാലക്കാട് റെയിൽവേ ഡിവിഷനിലേക്ക്. അതിനു മുമ്പ് തന്നെ ഡിവൈഎഫ്ഐയുടെ ഈ പ്രതിഷേധമായി എത്തിയ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. RPF കൂടി ഈ അറസ്റ്റ് നടപടിയിലേക്ക് ഇപ്പോൾ ഉണ്ട്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കൾ അതുപോലെ തന്നെ ജില്ലാ നേതാക്കളെല്ലാം ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. SFIയുടെ നേതാക്കൾ ഉൾപ്പെടെ ഈ സമരത്തിന് ഐക്യദാർഢ്യവുമായി ഇവിടേക്ക് വന്നിരുന്നു. ഇപ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറി അഭിഷേക് ഉൾപ്പെടെയുള്ളവർ അതുപോലെ തന്നെ അവരെല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. പോലീസ് ബലമായി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടേക്ക് വന്നിരുന്നു. ഇപ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറി അഭിഷേക് ഉൾപ്പെടെയുള്ളവർ അതുപോലെ തന്നെ അവരെല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. പോലീസ് ബലമായി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇപ്പോൾ ഇതാ ചെറിയ രീതിയിലുള്ള ഉന്നം തള്ളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. പിരിഞ്ഞു പോകാൻ തയ്യാറാവില്ല എന്ന് ിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അറസ്റ്റ് വരിക്കാമെന്ന് പോലീസ് അറിയിച്ചെങ്കിലും അറസ്റ്റ് വരിക്കാൻ സാധിക്കില്ല, അറസ്റ്റ് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ച റെയിൽവേ ഡിവിഷൻ ഓഫീസ് ഉപരോധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. എന്നാൽ അറസ്റ്റിന് വഴങ്ങാതെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസുമായിട്ട് ഉന്തും തള്ളുമുണ്ടാവുന്നു. പ്രതിഷേധം കനക്കുന്നു. സംഘർഷഭരിതമായ സാഹചര്യമാണ് റെയിൽവേ ഡിവിഷണൽ മാനേജർ ഓഫീസിലൂടെ മുൻപിലുള്ളത്. ഡിവിഷണൽ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം. അവിടെ പോലീസ് എത്തിയെങ്കിലും പോലീസിന് വഴങ്ങുന്നില്ല ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഇക്ബാൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ അറസ്റ്റിന് വഴങ്ങുന്നില്ലേ?